രേണു സുധി. ഈ വിഷയത്തിൽ രേണു സുധി പറഞ്ഞ ഒരു കാര്യം, അതായത് ദേവു എന്ന് പറയുന്ന പെൺകുട്ടിക്കൊപ്പം ഇരുന്നുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ താജിനെ വളരെ ഒത്തിരി മോശപ്പെടുത്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ നീയാളാരാ, എൻ്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ ന്യൂസ് ടുഡേ മലയാളത്തിൽ പുള്ളി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ അവളുടെ ഫാദർ ആകാനുള്ള വയസ്സുള്ള ആളൊന്നുമില്ല. ഞാൻ 76-ൽ ജനിച്ച വ്യക്തിയാണ്. എനിക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല. 40 വയസ്സുള്ള മുതുക്കിയുടെ അച്ഛനാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്കതാണ്, നിനക്ക് എങ്ങനെ തോന്നടി അപ്പിയ അങ്ങനെ നോക്കിയിട്ട് അപ്പനാണെന്നൊക്കെ ചോദിക്കാനായിട്ട് തന്തയ്ക്ക് വിളിക്കുകയാണ് ചെയ്തത്. അത് സ്വാഭാവികമാണ്. കാരണം വസ്തു കൊടുത്ത ഫാദർ തന്തയ്ക്ക് വിളി കേട്ടു, മതിൽ കെട്ടിക്കൊടുത്ത മറുനാടൻ തന്തയ്ക്ക് വിളി കേട്ടു, ഫിറോസ് തന്തയ്ക്ക് വിളി കേട്ടു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടുന്ന വീടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കേണ്ടത് അത് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം വലിയ സാധനം മണ്ടേ കയറ്റി വെച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. ഒരുപാട് ട്രോഫികൾ വെക്കാൻ ഒരുപാടില്ലടാ, കുറച്ച് അതിനകത്ത് നിറച്ചുള്ള സാധനങ്ങൾ, പിന്നെ സുധീലയത്തിൽ കിട്ടിയ സമ്മാനങ്ങൾ, അതെല്ലാം കൂടെ വെച്ചേക്കുന്നത്. കുറെയൊക്കെ എടുത്ത് മുകളിൽ എന്തൊക്കെയോ വേറെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് താഴെ വീഴും, തലേ വീഴും. പിള്ളേരാണെങ്കിലും എൻ്റെ ആണെങ്കിലും തലേ വീഴും. അപ്പം ഇതറിഞ്ഞ ഉടനെ കുറച്ച് നല്ല ആൾക്കാർ എന്നെ വിളിച്ച്, രേണു എന്ന വീട്ടിലുള്ള ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ച് സെറ്റ് ചെയ്യാം, വീട്ടിൽ ട്രോഫി, സൂചാന്റെ ട്രോഫി വെക്കാൻ. അത് ജസ്റ്റ് മറ്റേ വാളിലാണെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലേ വീടിന്റെ തുറന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത്. ജിപ്സമാണ് ചെയ്ത് അവര് പ്രത്യേകം പറഞ്ഞിട്ട് ആണി അടിക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാലും അത് സത്യം പറഞ്ഞ ഇത് സംസാരിച്ച പപ്പ എങ്ങനെയാലും നമുക്കൊരു ഷെൽഫ് ഉണ്ടാക്കാം. നമുക്ക് പറ്റത്തില്ല. എങ്ങനെയുണ്ട്, ആണി അടിച്ച് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള സംഗതിയാണ് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫിറോസിന്റെ മൊത്തം കലക്കി അങ്ങ് വിട്ടു. അദ്ദേഹം ഇനി ഈ തൊഴിൽ ചെയ്ത് ജീവിക്കരുത്. അവളെ സഹായിച്ചു എന്നൊരു കുറ്റമേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ. വീട് വയ്ക്കാനുള്ള പ്രോപ്പർട്ടി കൊടുത്തത് ഫാദർ, ബിഷപ്പ് കൊടുത്ത പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇവരൊരു വീട് വെച്ച് കൊടുക്കുന്നു. ഇനി ബിഷപ്പിൻ്റെ അവസ്ഥ എന്താണ്? ബിഷപ്പ് ആ വസ്തു ഏകദേശം വിറ്റുപോകുമെന്നൊക്കെ ധരിച്ചിട്ടാണ് ഇവർക്ക് ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത്. ആ പോർഷനിൽ 1 സെൻറ്റ് പോലും ആരും വന്ന് വാങ്ങിച്ചില്ല. കാരണം ഈ ചവറാണ് അവിടെ കിടക്കണേന്ന് പറഞ്ഞപ്പോൾ തന്നെ ആർക്കും അവിടെ ഒരു സെൻറ്റ് പോയിട്ട് ഒരു അര ഭൂമി പോലും വേണ്ട എന്ന് പറഞ്ഞാൽ ആരും ഇത് വാങ്ങിക്കാൻ പറ്റില്ല. സാധാരണ ഇവിടെ കോട്ടയത്തൊക്കെ 5 സെൻറ്റ് ഭൂമി കിട്ടിയാൽ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഒരു ഏരിയയാണ് കോട്ടയം. പക്ഷേ ഈ വസ്തു ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, വാങ്ങിയിട്ട് വന്നില്ല. കാരണം ഈ സാധനം അവിടെ ഉണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ച് എല്ലാവരും മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്കിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ഓർത്തണം. അത് മാത്രമല്ല അദ്ദേഹത്തിനെ വരെ അവഹേളിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞു. പിന്നെ ആരായിരുന്നു? ചുറ്റുമതിൽ കെട്ടിക്കൊടുത്തത് മറുനാടനായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഈ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്നും പറഞ്ഞുകൊണ്ട് മറുനാടൻ പോയി മതിൽ കെട്ടിക്കൊടുത്തു. മതിൽ പിടിച്ചുപോയി, ഇടിച്ചു പോയി. എന്നിട്ട് മതിലും താങ്ങി മറുനാടൻ അവിടെ നിൽക്കുമെന്നായിരിക്കും രേഷ്മ വിചാരിച്ചിട്ടുണ്ടാവുക. അവർക്കും കിട്ടി. ഇനി 24 ന്യൂസ് ചാനൽ അവരെ ഇനി എന്തെടുത്തിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. വരും ദിവസങ്ങളിൽ അതും നമുക്ക് കാണേണ്ടി വരും. താജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സർവീസാണ് പുള്ളി ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്. പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുക, അതായത് എനിക്കിത് പറയണം, എനിക്കിത് എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ എനിക്ക് പേര് കിട്ടണം എന്നൊരാഗ്രഹമില്ലാത്ത വ്യക്തിയാണ്. ഞാൻ പറയും. കാരണം എനിക്ക് ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ആ പേര് പറയാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പേരിന് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. രേണു വിചാരിക്കുന്നത് കണക്ക് താജ് പത്തനംതിട്ടയ്ക്ക് ഒരു പേരിന് വേണ്ടിയിട്ടാണ് രേണുവിൻ്റെ അടുത്ത് വന്നതെന്നുള്ളത് പൂർണ്ണമായും തെറ്റാണ്. അദ്ദേഹം മനുഷ്യത്വപരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. മനുഷ്യരെ സപ്പോർട്ട് ചെയ്യണത് രേണുവിൻ്റെ അടുത്തെന്നല്ല, ഒരുപാട് ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ആക്ടേഴ്സ് ആയിരുന്നാലും അതേപോലെ ഇതുപോലെ കലാമേഖലകളിൽ നിൽക്കുന്നവരെ ഒക്കെ അദ്ദേഹം നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹം ഒരു കലാകാരനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു രീതിയിലും ഈ രേണു പറയുന്നത് പോലെ ഒരു വൃത്തികേടോ വൾഗാരിറ്റിയോ ഇല്ലാത്തതാണ്. പക്ഷെ എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ട് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. 2 ദിവസം കൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാനിത് എടുക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ആണ്. അത് ഒരു ശരിയായ നടപടിയല്ല. രേഷ്മ പി തങ്കച്ചൻ കാണിച്ചു ഉറപ്പാണ്. ബിഗ് ബോസിന് തെറ്റുകൾ കാണിക്കുമ്പോൾ ലാലേട്ടൻ മടുക്കുമല്ലോ. ഇപ്പം മോഹൻലാലിനെ പോലുള്ളൊരു നടന്റെ തന്തയ്ക്ക് രേണു സുധി വിളിക്കും. രേഷ്മ പി തങ്കച്ചന്റെ ഫോണ് പോലീസിന്റെ കയ്യിൽ സൈബർ സെൽ. അദ്ദേഹത്തിന് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് തന്നെയാണ് പേര് മാറ്റിയിട്ടില്ല. ഒരുപക്ഷെ രേണുവിന് രേഷ്മ എന്ന് പറയുന്നത് വിഷമമുണ്ടായിരിക്കാം. കാരണം ആദ്യ ഭർത്താവായ ബിനുവുമായിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റിൽ രേഷ്മ എന്ന് തന്നെ ആയിരിക്കാം.
രേഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് നമ്മൾ കാണിക്കുകയാണെങ്കിൽ പിടിവിടും എന്നുള്ളത് കൊണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും രേണു എന്ന് തന്നെ ഇങ്ങനെ ഗ്രാജുവലി പറഞ്ഞ് പോകുന്നത്. എനിവേ, ഇതൊക്കെ അറിയാവുന്ന ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് പുള്ളി. കൂടെ ഉണ്ടാകുന്ന വീട്ടിലുണ്ടായിരുന്നു എന്നല്ല, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ പറയാം, അദ്ദേഹം ഇരിക്കുന്ന ഒരു മേഖലയിൽ ആ ഒരു തലത്തിൽ നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണ മനസ്സോടെ ചെയ്തു തരും. അതിന് നമുക്കൊരു ഫെയിം വേണമെന്നോ മീഡിയ വേണമെന്നോ അദ്ദേഹം എവിടെയും പറഞ്ഞ് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഒത്തിരി രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല ഈ രീതിയിലുള്ള വിശേഷങ്ങൾ. അതായത് ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ, ചിലർക്ക് ഭവനത്തിൻ്റെ കാര്യമായിരുന്നാലും ചിലർക്ക് വസ്തു കിട്ടണമെന്നുള്ളതായിരുന്നാലും എന്തെങ്കിലും ദാനം ആണെങ്കിലും ഏത് രീതിയിലുള്ള, അപ്പം ഞാൻ ഒരുപാടൊന്നും ഓപ്പണായിട്ട് പറയുന്നില്ല, അതൊക്കെ പുള്ളി സപ്പോർട്ടീവായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. എവിടെയും അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്ന് നിഷ്കർഷിച്ചിട്ടുമില്ല, നിർബന്ധം പിടിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ഒരാൾ സഹായിച്ചാൽ അയാളുടെ പേരൊന്നും പറയണ്ട, പക്ഷെ അയാളെ ഇകഴ്ത്താതിരിക്കാനുള്ള മാനസിക വലിപ്പം നമ്മൾ കാണിക്കുക. നമ്മുടെ സമൂഹം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പൊതുസമൂഹം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഓർത്തോളൂ, അയാളായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉടനീളം ഞാനതൊന്നും കാണിക്കുന്നില്ല, സങ്കടം തോന്നിയിട്ട് ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം അവഹേളിക്കാമോ അങ്ങനെയെല്ലാം അവഹേളിക്കുന്നത് കണ്ടപ്പോൾ അതൊരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഗതികളിലേക്ക് പുള്ളിയെ കൊണ്ട് എത്തിച്ചത് കണ്ടപ്പോൾ പാവം തോന്നി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താജിന് ഇതിനിങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമ്പോഴാണ് കൂടുതൽ ഇതാകുന്നത്. മൈൻഡ് ചെയ്യാതെ വിടുന്നതാണ് നല്ലത്. അത് അങ്ങനെയാണ്. സമൂഹം കല്ലെറിയും. നിങ്ങളെ അറിയുന്നവർക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും നിങ്ങൾ എന്താണെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് എവിടെയോ ഇരുന്നുകൊണ്ട് ഒരു തവള ഇരുന്ന് മോങ്ങിയാൽ നിങ്ങൾ എന്തിനാണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇദ്ദേഹം കാണിക്കുന്ന സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ആ ഒരു ചാനലിലുണ്ട്, അത് പോയി കണ്ടാൽ അറിയാം. ഞാൻ എന്തായാലും അതെടുത്ത് ഇവിടെ റീപ്ലേ ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ, അദ്ദേഹം ചോദിച്ച കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ വെകിടി പിടിച്ച് അവൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്, അതൊന്ന് കണ്ടാലോ. A to Z, അതായത് അവരാണ് നിങ്ങളുടെ വീടിന്റെ ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് നടത്തുകയും ലൈക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങള്, അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ എല്ലാം ചെയ്തു തന്നിട്ട് ഈവൻ നിങ്ങളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മക്കൾ വരെ അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു. സഹായത്തില്ല, അത് അവരുടെ വിഷയം. മക്കൾ ചീത്ത പറഞ്ഞു, എന്താ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് കണ്ടോ? എന്താ ആറ്റിറ്റ്യൂഡ്? പറയുന്നത് ആരെ പറ്റിയാണ്, അത് എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് ആലോചിച്ച് നോക്കണം. കൂടുതൽ കേൾക്കാം. ഇൻഷുറൻസ് ക്ലെയിം ആരാ പറഞ്ഞ ഇൻഷുറൻസ്? താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? അദ്ദേഹമാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം എമൗണ്ട്, ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു? ഓക്കെ, ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും അല്ല. ഇനി ഒരു കാര്യം, ഇയാൾ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്ലെയിമിന്റെ ഇത് നടന്നത് എന്ത് വേദനപ്പെട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്നത്? സുധിച്ചേട്ടന്റെ ജീവൻ ബലി കൊടുത്ത പൈസ ആയിരിക്കും അല്ലെ? അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാനുള്ളതല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. സുധിച്ചേട്ടന്റെ അമ്മയ്ക്ക് ഒരു ഭാഗമുണ്ട് നിയമപരമായിട്ട്, സുധിച്ചേട്ടന്റെ മൂത്ത മോൻ കിച്ചുവിനുണ്ട്, ഇളയ കുഞ്ഞിനുണ്ട്. ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത്. കേസ് നടന്നുകൊണ്ട് പിന്നെയുള്ള ഭാഗം സുധിച്ചേട്ടന്റെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക്, അതാണ് ട്യൂബിലിട്ട് അയാൾ പൈസ മേടിച്ചെന്ന് തോന്നുന്നു. അതുപോലെ എന്റെ അടുത്ത് മോളെ കിച്ചുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞു, ഇയാളാണ് എന്റെ അടുത്ത് പറഞ്ഞു, മോളെ അവൻ ശരിയല്ല കേട്ടോ, അവനെ സൂക്ഷിച്ചോണം, അവൻ പൈസ മേടിക്കും, അതായത് ഇയാൾ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ആരുടെ മുന്നിൽ. ഈ ഫോണിനകത്ത് ഇയാളെ തെളിവുണ്ട്, ഇയാൾ നേരിട്ട് പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഒന്നും വേണ്ടത് ഇയാൾ എന്താണ് ഇയാൾ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിന്റെ. എന്നോട് മാത്രമല്ല പല ആളുകളോട് അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇയാൾ ഇത്ര ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇയാൾ ആരാ? ഇയാൾ ഞാൻ പറയട്ടെ, KHDCയിൽ അവർ പറഞ്ഞു ഓക്കെ ശരി, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതെ, നമ്മൾ തിരിച്ചു അവർ അത് കംപ്ലൈന്റും ഓക്കെ ആക്കി. ഇയാൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാത്ത പറയുന്നത്? സുധിച്ചേട്ടനെ പറയുന്നു, മരിച്ചുപോയ സുധിച്ചേട്ടനെ പറയുന്നു, മൂത്ത മകനെ പറയുന്നു. ഇയാൾക്ക് എന്താ അവകാശം? ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഒരു സാർ എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല. എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ എന്തെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കണം കേട്ടോ, നമുക്ക് അവകാശ കമ്മീഷൻ ആൾക്കാരൊക്കെ ഉണ്ട്. രേണു നിന്നെ എതിർക്കുന്നവരുടെ കേസ് കൊടുക്കണം, കേസ് ഇയാൾ നിരന്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇയാളാണ് കാണിക്കുന്നത്. ഈ താജുദ്ദീൻ പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത്? തോന്നിപ്പിടിക്കാൻ ഞാൻ ചെന്നോ? അതിന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് അത്രയും സപ്പോർട്ട്, എന്ത് സപ്പോർട്ട്? അതേപോലെ പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്താണ് അയാൾ ചെയ്തത്? രേണു അല്ല, രേണുവിന്റെ പപ്പ പറയുന്നുണ്ട്, സാർ എന്നാണ് വിളിച്ചിരുന്നത് രേണുവിന്റെ പപ്പ. പക്ഷെ ഇപ്പൊ താൻ പോടോ ആ ഒരു രീതിയിലാണ്. ഇത്രയും ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ എന്ത് ഹെൽപ്പ് ചെയ്തത്? അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞ അയാൾ മരണ സർട്ടിഫിക്കറ്റ്, അത് അയാളുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്. ഹെൽപ്പ് ചെയ്തെന്ന് അയാൾ തള്ളിക്കളഞ്ഞൊന്നുമില്ല. ഞാൻ എനിക്കത് പറയണം, കാരണം ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർ പറയുന്ന ജോലി ഞാൻ ചെയ്യും. 2 ദിവസം എനിക്കറിയാവുന്ന ഫേസ് വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് 6 സെക്സ് ചാറ്റ്, അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും, കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവർ പുറത്തെത്തിയത് വന്നത്? ഓക്കെ ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധിയുടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും, ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ
നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷേ ഈ സമയത്താണ് അതെനിക്കറിയില്ല ഏത് വർഷമാണത്. ഞാൻ അവർ പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടാണ് 2013. ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ. എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി 2013 എന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുധിയെ എനിക്ക് അറിയില്ല സുധിച്ചേട്ടൻ. ഞാൻ 2017 ആദ്യമായിട്ട് സുധിച്ചേട്ടനെ കാണുന്നത് പരിചയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് 2013 കണക്ക് പറയുന്നത്? ഈ വീഡിയോസും മറ്റും ഒന്നും കാണാത്ത രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു, അതും ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ കാണാറില്ല. എന്റെ അമ്മ സത്യം, സുധിച്ചേട്ടനാണ് സത്യം, ഞാൻ കാണാറില്ല. അതായത് അദ്ദേഹം ഉണ്ടാക്കി വെച്ച സ്വത്തുക്കൾ, കോടികളുടെ സ്വത്തുക്കൾ എന്റെ തലയിൽ അതൊക്കെ അടിച്ചു മാറ്റാനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കോടികൾ ഉണ്ടാക്കിയിട്ടുമല്ല അദ്ദേഹം പോയത്. അങ്ങനെ കോടികൾ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് ഈ അലഞ്ഞ് നടന്ന് ഈ ജോലി ചെയ്യേണ്ട കാര്യമില്ല, വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. മനസ്സിലായോ? കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി 100 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റാനാണല്ലോ ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ക്ലെയിമും കിട്ടി ഞാനത് കളഞ്ഞെന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ കോടി 0 ബാലൻസിലാണ് എനിക്ക് ആളെ കിട്ടുന്നത്. അതുപോലെ തന്നെ പോയപ്പോഴും അദ്ദേഹം ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. നമ്മളൊക്കെ ഓരോരുത്തർ കയ്യിലൊന്നും ഇല്ലാതാണ് വരുന്നതും പോകുന്നതും. സോ എനിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ പാവം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് അദ്ദേഹം എന്താ പറയാ, ഒരുപാട് ആഗ്രഹിച്ചാണ് ഉണ്ടാക്കണം ഒരുപാട് പൈസ. അപ്പം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റും. അന്നത്തെ പോലെ എന്നോട് വാർത്ത നമുക്ക് മരിക്കുന്നതിന് കുറച്ച് നമുക്ക് വീട് വെക്കണം, വീട് പണിയണം, നമുക്ക് പൈസ ഉണ്ടാക്കണം ഒക്കെ എൻ്റെ അടുത്ത് ഒരു പീക്ക് ടൈം അടിപൊളിയായിട്ട് അങ്ങോട്ട് കയറി വന്നപ്പോഴാണ് മരണം എന്തായാലും ഒരു വിധി പോലെ ആളെ കൊണ്ടുപോയി. ഒന്നും പറ്റിയില്ല. ഞാൻ ഒരിക്കലും തെറ്റാന്ന് പറയുന്നില്ല, പറ്റിയില്ല, അത് അവസ്ഥ, സിറ്റുവേഷൻ. സോ അതുകൊണ്ട് ആ കോടികളുടെ സ്വത്തിന് വേണ്ടിയിട്ടുമല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്താണ് ഇവർ എക്സ് ഹസ്ബൻഡ്, അതായത് ബിനു പാസ്റ്റർ എന്ന് പറയുന്നത്, നമുക്ക് ആ പേര് പറയണ്ട, ഞാൻ പറയത്തില്ല. കാരണം അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഒരു ഫാമിലി ഉള്ളതാണ്, അവരുടെ ഫാമിലി എന്താ നശിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് വന്നിട്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയും ഒരു പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ അറ്റാക്ക് വരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നാണ് രേണുവിന്റെ ഒരു പെർസെപ്ഷൻ? അതന്നെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നത്തിനും ആരുടെ അടുത്ത്, ഇപ്പം ദേവ് പറഞ്ഞ പോലെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജോലി ചെയ്ത്, ഞാൻ ഒരാൾ വീട്ടിൽ പോകുന്നതുകൊണ്ടാണ് വീട്ടുകാർ വീട് കഴിയുന്നത്. എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമല്ല, അത് അഹങ്കാരമല്ല. എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ല. ഒരു കൂട്ടം നല്ല ജനങ്ങൾ, നല്ല ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്, ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബം ഇട്ടിട്ട് 24 മണിക്കൂർ എനിക്ക് വേണ്ടി പ്രതികരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് പ്രതികരിക്കാൻ ഇത് സംസാരിക്കുന്നതിന് താഴെ വന്ന് കമന്റ്സ് മുഴുവൻ ഇതായിരിക്കും. അഹങ്കാരി, എന്ത് അഹങ്കാരി. ഇപ്പോൾ ഉള്ള ആദ്യ കാലഘട്ടത്തിൽ നിന്നും ആദ്യത്തെ ഒരു ആൽബത്തിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ കയറി വരുമ്പോൾ മേ ബി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തോ സംസാരത്തിൽ ഒരു അഹങ്കാര ചൊവ്വ അല്ലെങ്കിൽ ഒരു അധികാരാടാ എന്നുള്ള രീതിയിലുള്ള ഒരു ടോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അഹങ്കാരമില്ല, എനിക്ക് ബോൾഡ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ എനിക്കുള്ളിൽ ഒരു ധൈര്യം. ഇതിൽ താജ് പറഞ്ഞു എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അയാൾ നല്ലപോലെ പൈസയൊക്കെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ടോ അത് ശ്രദ്ധിച്ചോണമെന്നാണ് പറഞ്ഞത്. അതൊരു വെൽവിഷർ പറഞ്ഞതാണ്. പെങ്ങന്മാരുണ്ടെങ്കിൽ പെങ്ങന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണത്. നിന്റെ ഹസ്ബൻഡ് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, കള്ളുകുടി ഉണ്ടാവും, അവൻ കാശ് കടം വാങ്ങിക്കുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്, കള്ളു കുടിച്ച് നടക്കുന്നത്, അത് നിർത്തലാക്കാനുള്ള വഴി നീ ആലോചിക്കണം എന്ന് പറയുന്നിടത്ത് ഒരു പെങ്ങളോടുള്ള കരുതലാണ് ആ മനുഷ്യൻ കാണിച്ചിട്ടുള്ളത്. 2, ഈ പറയുന്ന സ്ത്രീയോട് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവനെ ശ്രദ്ധിച്ചോണം, അവനെ നന്നായി ശ്രദ്ധിച്ചോണം. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയാളുടെ കൺമുന്നിൽ തന്നെ 2 പെണ്ണുങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. വിവാഹമാണോ, വിവാഹബന്ധമാണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അന്വേഷിക്കണം. പക്ഷെ അങ്ങനെ 2 പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാം എന്ന് കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് അയാൾ. നിന്നെ എപ്പോൾ വേണമെങ്കിലും കളയാൻ സാധ്യതയുണ്ടെന്നൊരു അലർട്ട് കൊടുത്തതിൽ എന്താ തെറ്റിരിക്കുന്നേ? അങ്ങ് ഇവള് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണൊക്കെ ഒരു ദിവ്യ പ്രണയ ബന്ധമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു ബന്ധം കൊണ്ട് നടക്കാൻ പറ്റിയ ഒരാളൊന്നും അല്ലല്ലോ സുധിയുടെ ഇപ്പോഴുള്ള ഈ ഭയങ്കര സാധനമോ. ഇവർ തമ്മിലുള്ള വിവാഹബന്ധം, ഇതിന് മുമ്പും വിവാഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭയങ്കര പ്രണയ ജോഡികളായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതിനൊക്കെ കാരണം 24 ചാനലുകാരാണ്. അവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ വെച്ചു കൊടുക്കാത്ത ഒരു വീട് അവർ വെച്ചു കൊടുത്തതായി വരുത്തി തീർക്കുക മാത്രമല്ല, സ്പ്രേയും കൊണ്ടൊരു പെണ്ണ് കടന്നില്ലേ, അവളുമാണ് ഇതിനൊക്കെ മൂല കാരണം എന്ന് പറയും. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കില്ല എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ് രേണുവിൻ്റെ കാര്യത്തിൽ. അവൾ അങ്ങനെയാണ്, അത് തൊഴുത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അത്രയും പറഞ്ഞാൽ പോലെ അതിനേക്കാൾ മോശമായിട്ട് പറയണം. പക്ഷേ എന്ത് ചെയ്യാനാണ്? സഹായിച്ചവരെ ഉപദ്രവിക്കുന്ന സ്ത്രീകളോട് പുച്ഛം മാത്രമല്ല, സ്ത്രീ എന്നല്ല ആരോടായിരുന്നാലും നമ്മൾ ഒരു കൈ സഹായം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അത് അയാളുടെ മുമ്പിൽ പോയി വാലാട്ടി നിൽക്കണമെന്നോ ഓച്ചാനിച്ച് നിൽക്കണോ കുനിഞ്ഞ് നിൽക്കണമെന്നൊന്നും അല്ല പറയുന്നത്. അയാളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അയാൾ ചെയ്തു തന്ന നന്മ ഒരു നിമിഷം ഓർത്താൽ അയാൾ ഉപദ്രവിക്കാതിരിക്കാനുള്ള മര്യാദ കാണിക്കണം. പേപ്പർ വർക്കുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ രീതിയിലും അഡ്വൈസും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം ഒരാൾ നമ്മളെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, ഇങ്ങനെ എവിടെ പോയാൽ എന്ത് നടക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടിയും ഒരു സഹായമാണ്. അതാർക്കുണ്ടാ സമയം? ഇപ്പം എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇവിടെ പോയിട്ട് നമ്മളൊരു വിവരാവകാശം വെച്ചൊരു പേപ്പർ ഉണ്ടാക്കണം, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുത്താൽ അതൊരു സഹായം തന്നെയാണ്. എനിക്ക് അറിഞ്ഞൂടെ വെച്ചിട്ട് ഓടി എന്നാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ അത് സഹായമാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആ സഹായം നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മര്യാദയോടുകൂടി പെരുമാറാൻ പഠിക്കണം. പെരുമാറാൻ അറിയാത്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ രേണു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.